4 തന്നെ വേണമെന്നില്ല. ChatGPT അടുത്ത് ചുമ്മാ പറയാം, ഒരു 10 കോട്ട് എനിക്ക് തരട്ടെ, എനിക്ക് പോസ്റ്റ് ചെയ്യാനാണ്, ട്വീറ്റായിട്ട് പോസ്റ്റ് ചെയ്യാനും ഫേസ്ബുക്കായിട്ട്. ഇനി അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമേറ്റ് ചെയ്യുക. സോഹോ സോഷ്യൽ പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഒരു 800 രൂപ മുടക്കിയാൽ മതി, നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. പക്ഷെ എന്താണ്, സ്ട്രാറ്റജിക്ക് വേണ്ടി, റിയൽ സ്ട്രാറ്റജിക്ക് വേണ്ടി എന്ത് വേണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് വേണം. പക്ഷെ നിങ്ങളുടെ ഹാൻഡിലുകളെല്ലാം ആക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ പറ്റും. അപ്പൊ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റികളെല്ലാം യൂസ് ചെയ്യുക. AI ഈസ് കമ്മിങ് അപ്പ് വിത്ത് എനോർമസ് ഓപ്പർച്യൂണിറ്റീസ്. ചെറുതൊന്നുമല്ല, വലിയ ഓപ്പർച്യൂണിറ്റീസാണ്. നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾക്ക് പുതിയ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ എനോർമസ് ഓപ്പർച്യൂണിറ്റീസാണ്. പണ്ടത്തെ പോലെ ഒരു $1 ബില്യൺ കമ്പനി ഒന്നും ബിൽഡ് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, നിസ്സാര സമയം മതി. 3 മാസം കൊണ്ടൊക്കെയാണ് ഒരു കമ്പനി യൂണിക്കോൺസ് ആവുന്നത്. അതും ഈ പറയുന്ന AI സ്പേസിൽ വലിയ ഓപ്പർച്യൂണിറ്റി അതിനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, ഈ AI സ്പേസിൽ AI ഫസ്റ്റ് മൈൻഡ് സെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് മൈൻഡ് സെറ്റ് വേണം. എന്താണെന്ന് അറിയുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു AI ഉള്ള സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യണ്ട, ഞാൻ ആ പണി എടുക്കണ്ട, അല്ലെങ്കിൽ ആ പണി എടുക്കാൻ വേണ്ടി ഒരു എംപ്ലോയിനെ ഞാൻ വഹിക്കണ്ട. ഞാൻ എന്ത് ചെയ്യാം, AI ആദ്യം യൂസ് ചെയ്യാം. AI ഉള്ള സ്ഥലത്ത് നിങ്ങളത് പഠിക്കണ്ട. അതായത് AIക്കും കമ്പ്യൂട്ടറിന് കാൽക്കുലേറ്ററും ചെയ്യാൻ പറ്റുന്ന സാധനം വീണ്ടും നിങ്ങൾ പഠിച്ച സമയങ്ങളുണ്ട്. അതാണ് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ AI ഫസ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു സ്ട്രാറ്റജി എല്ലാ ഗ്ലോബൽ കമ്പനീസും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് പറയുന്നില്ല. 15 വർഷമായിട്ട് ഗൂഗിളും ആമസോണും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഒക്കെ ചെയ്യുന്നത് AI ഫസ്റ്റ് മൈൻഡ് സെറ്റ്. അതായത് AIക്ക് ചെയ്യാൻ ആദ്യമേ തന്നെ അവരൊരു എംപ്ലോയിനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കും. പണി എടുപ്പിച്ച് കഴിഞ്ഞിട്ട് അത് AIനെ കൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാന്നുള്ളതാണ് എംപ്ലോയിയുടെ അടുത്ത പണി. ഗോട്ട്. അപ്പൊ അതിന് വലിയ സ്കില്ല് ഇന്നത്തെ കാലത്ത് എന്താണ്, ഇതിന് വലിയ സ്കില്ലൊന്നും വേണ്ട. നമ്മൾക്ക് ഒരു ഐഡിയ മതി, നമുക്കിത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് മതി. അപ്പൊ നമ്മുടെ കമ്പനീസിലൊക്കെ എന്ത് ചെയ്യാം, ഒരു AI ഫസ്റ്റ് മൈൻഡ് സെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരിക, നമ്മൾ ഈ പറയുന്ന നമ്മുടെ എംപ്ലോയീസിൽ കൊണ്ടുവരിക, അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് 2 years യു വിൽ ബി ഇൻ ദ ഫോർഫ്രണ്ട്. നിങ്ങൾ ഒരിക്കലും ലാഗാവില്ല. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞാൻ വൈകി പോയില്ലെന്ന്. വൈകിയൊന്നും പോയിട്ടില്ല, ഇപ്പോഴും നിങ്ങൾ റെലവെന്റ് ആണ്. കാരണം എന്താ, പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. സോ പ്ലീസ് കീപ് അപ്ഡേറ്റഡ്, പ്ലീസ് ബി ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ പവർ നന്നായിട്ട് യൂസ് ചെയ്യാം. എല്ലാ രീതിയിലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണൊക്കെ നമ്മൾ കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലേ, അത് യൂസ് ചെയ്യുക. അതിന് സിമ്പിൾ വീഡിയോ എടുക്കുക, അതിന് നന്നായിട്ട് ഈ പറയുന്ന AI കേപ്പബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ലൈക്കും ഷെയറും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെയിറ്റ്, യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ.